പെൻഷൻ കാത്തിരിക്കുന്നവർക്ക് ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പെത്തി. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 62 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഒരു തടസ്സവും കൂടാതെ മെയ് മാസത്തെ തുകയും അതോടൊപ്പം തന്നെ ഒരു ഗഡു കുടിശ്ശികയും കൂടി ചേർത്ത് 3200 രൂപ വീതം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വിതരണം ആരംഭിക്കുകയാണ്. അതുമാത്രമല്ല, പുതിയ സാമ്പത്തിക വർഷം കൂടി ആയതിനാൽ സർക്കാർ മുൻപ് പറഞ്ഞതുപോലെ കുടിശ്ശികയുടെ ഗഡുക്കൾ കൂടി വിതരണം ആരംഭിക്കും. കുടിശ്ശിക പൂർണ്ണമായും നൽകി തീർക്കുകയല്ല, തനത് തുകയോടൊപ്പം ഒരു ഗഡു ആയിരിക്കും വിതരണം ചെയ്യുക. അപ്പോൾ ഓരോ ഗുണഭോക്താക്കൾക്കും 3200 രൂപ വീതം ലഭിക്കും. സംസ്ഥാനം കാത്തിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്കും ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് എല്ലാ ആനുകൂല്യങ്ങളും നൽകുമെന്ന് തന്നെയാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. വിവിധ ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെ PM കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപയുടെ വിതരണവും ഈ മാസമുണ്ട്. മറ്റൊരറിയിപ്പ്, സർക്കാർ ജീവനക്കാരായിരുന്ന PSC ചെയർമാനും PSC അംഗങ്ങൾക്കും പെൻഷൻ ആനുകൂല്യത്തിന് സർക്കാർ സർവീസിനൊപ്പം PSC അംഗമെന്ന നിലയിലെ സേവനകാലവും പരിഗണിക്കാൻ ഉത്തരവിറക്കി പൊതുഭരണ വകുപ്പ്. ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശമാണ് പുതിയ ഉത്തരവിന് പിന്നിലെന്ന് സർക്കാർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് പൊതുഭരണ വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. നേരത്തെ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും പെൻഷൻ ഉയർത്തിയതിന് പിന്നാലെയാണ് വീണ്ടും ഇവരുടെ പെൻഷൻ തുകയിൽ വൻ വർധന വരുത്തുന്ന പുതിയ ഉത്തരവ്. സർക്കാർ സർവീസിൽ ഉണ്ടായിരുന്നവർ PSC ചെയർമാനോ അംഗങ്ങളോ ആവുകയാണെങ്കിൽ അവരുടെ സർക്കാർ സർവീസ് കാലയളവിനോടൊപ്പം PSC അംഗമെന്ന കാലയളവും കൂടി പരിഗണിച്ചുകൊണ്ട് പെൻഷൻ പരിഷ്കരിച്ച് നൽകണമെന്നാണ് പുതിയ ഉത്തരവ്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.